പ്രിയപ്പെട്ടവരെ, ഇന്ന് വിക്ടർ ബ്രദറിൻ്റെ 29ാമത് ചരമവാർഷിക ദിനമായിട്ട് ആചരിക്കുകയാണിന്ന്. ഒത്തിരി സന്തോഷവും അതിലേറെ ദൈവകൃപയും നിറഞ്ഞ ഒരു ദിവസമാണ്. അനേകം ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇന്നത്തെ ഈ ശുശ്രൂഷയ്ക്കായിട്ട്. വിക്ടർ ബ്രദറിലൂടെ നമുക്ക് ലഭിച്ചത്, കേരള സഭയ്ക്ക് ലഭിച്ചത് വലിയൊരു പുതു ചൈതന്യമാണ്. ആ ചൈതന്യമാണ് ഇന്നും സഭയിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചൈതന്യമാണ് തിരുവചനത്തിൻ്റെ ഒരു വലിയ അഭിഷേകം. വചനം വായിക്കാനും വചനം പഠിക്കാനും വചനമനുസരിച്ച് ജീവിക്കാനും ഇന്ന് ആയിരിക്കുന്ന എല്ലാ വ്യക്തികളുടെയും ഒരു വലിയ പ്രചോദനം വിക്ടർ ബ്രദറാണ്. അത് പറയുന്നതിൽ എനിക്കൊട്ടും സംശയിക്കേണ്ട ആവശ്യമില്ല. കാരണം തിരുവചനത്തെ അത്രമാത്രം ആഴത്തിൽ ഗ്രഹിച്ച് ധ്യാനിച്ച് തിരുവചനത്തിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യങ്ങളും തിന്മയുടെ ശക്തികളും വിട്ടുമാറിപ്പോകുന്നത് എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. വളരെ കൊച്ചുനാളിൽ തന്നെ എൻ്റെ മാതാപിതാക്കന്മാരുടെ കൂടെ ഇവിടെ എത്തിച്ചേർന്ന അവസരത്തിൽ ആദ്യമായിട്ട് വിക്ടർ ബ്രദറിനെ ഞാൻ കാണുന്നത് പാലാ സെൻറ് തോമസ് സ്കൂളിൻ്റെ ഹോളിൽ ഞായറാഴ്ചകൾ നടത്തപ്പെടുന്ന തിരുവചന ശുശ്രൂഷയിലാണ്. അങ്ങനെ കൊച്ചുനാളിലെ വിശ്വാസ പരിശീലനത്തിന് ശേഷം മാതാപിതാക്കന്മാരുടെ കൂടെ ഒരു ദിവസം അവിടുത്തെ പ്രാർത്ഥനയ്ക്ക് എത്തിയപ്പോഴാണ് ഒരു അൽമായ സഹോദരൻ നിന്ന് തിരുവചനത്തിലൂടെ മാത്രം സുവിശേഷ സന്ദേശം നൽകുന്നത് ശ്രദ്ധിക്കാനിടയായത്. കഥകളോ സംഭവങ്ങളോ അല്ലെങ്കിൽ നർമ്മങ്ങളോ ഒന്നുമില്ല, മറിച്ച് തിരുവചനത്തിൽ അടിയുറച്ച് മാത്രം സംസാരിക്കുന്ന ഒരു സുവിശേഷകനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അന്നാണ്. അതിനുശേഷമാണ് എൻ്റെ മാതാപിതാക്കന്മാരുടെ കൂടെ ഇവിടെ ഈ ആലയത്തിൽ, കൊച്ചിൻ കാത്തലിക് പ്രേയർ ഗ്രൂപ്പ് എന്ന ഈ ആലയത്തിൽ എത്തിച്ചേരാൻ വേണ്ടി ഇടയായത്. ഇവിടെ വന്നപ്പോഴും കാണുന്നത് മറ്റൊരു കാര്യങ്ങളിവിടെ പഠിപ്പിക്കുന്നില്ല. സഭയുടെ പ്രബോധനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തിരുവചനത്തെ വ്യാഖ്യാനിക്കുന്ന ഒരു ശക്തമായ ഒരു തിരുവചനത്തിൻ്റെ കൊടുങ്കാറ്റ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കുന്ന രീതിയിലാണ് വിക്ടർ ബ്രദറിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ശൈലിയും എല്ലാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് തിരുവചനത്തോട് ഇത്രമാത്രം താല്പര്യമുള്ളൊരു സമൂഹം രൂപപ്പെടാൻ കാരണം, അല്ലെങ്കിൽ തിരുവചനം പഠിക്കാനും തിരുവചനം പ്രസംഗിക്കാനും ആഴത്തിൽ അറിയാനും ഒരു പക്ഷേ കാരണമാക്കിയത് അദ്ദേഹത്തിൻ്റെ ആ ഒരു വലിയ ചൈതന്യം, കൃപ ഇന്ന് നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. ഈ ഒരു നല്ല ദിവസത്തിൽ അദ്ദേഹത്തിലൂടെ ലഭിച്ച എല്ലാ ദൈവത്തിൻ്റെ കൃപകൾക്കും നമുക്ക് നന്ദി പറയാം. ഇവിടെ കൊച്ചുനാൾ വരുന്ന സമയത്ത് മുഴുവൻ കാണുന്ന അതേ ചുറ്റുപാട് തന്നെയാണ് ഇന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആ പ്രാർത്ഥനാ ഹോള് ഇന്ന് നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുക. അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി ഡോക്ടർ ക്ലാരമ്മ ഇന്ന് ഈ ശുശ്രൂഷയിലെല്ലാം നമ്മുടെ കൂടെ നേതൃത്വമായിട്ട് കൂടെയുണ്ട്. അതുപോലെ തന്നെ ഇതാണ് വിക്ടർ ബ്രദർ താമസിച്ചുകൊണ്ടിരുന്ന വീട്, അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന മുറി, അല്ലെങ്കിൽ അന്നത്തെ സാഹചര്യങ്ങളെല്ലാം അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഇന്ന് ആലപ്പുഴ രൂപതയിലെ സൗദി ആരോഗ്യമാത ദേവാലയത്തിൽ രാവിലെ അർപ്പിക്കപ്പെട്ട പരിശുദ്ധ കുർബാനയിലെ ശുശ്രൂഷകൾക്കെല്ലാം അനേക വൈദികർ കാർമ്മികത്വം വഹിച്ചു. അതുപോലെ തന്നെ രൂപതയും വിശ്വാസികളും ഒന്നടങ്കം പ്രാർത്ഥിക്കുന്നത് അദ്ദേഹത്തെ പേര് വിളിച്ച ഒരു വിശുദ്ധനാക്കി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, അത് സഭയ്ക്ക് വലിയൊരു പുതു ചൈതന്യമായിരിക്കും. അദ്ദേഹം ഒരു അൽമായ സഹോദരൻ, തിരുവചനത്തിന് സാക്ഷ്യം നൽകിയ ഒരു വ്യക്തി, വചനത്തിലൂടെ തിന്മയെ ബഹിഷ്കരിച്ചൊരു വ്യക്തി, വചനത്തിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചൊരു വ്യക്തിക്ക് സഭ കൊടുക്കുന്ന ഒരു വലിയ അംഗീകാരമായിരിക്കാം അദ്ദേഹത്തിൻ്റെ പേര് വിളിക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ തന്നെ പ്രിയപ്പെട്ടവരെ, ഇന്നും അദ്ദേഹത്തിൻ്റെ ചൈതന്യവും ആ ഒരു സുവിശേഷത്തോടുള്ള ആഭിമുഖ്യവും നമുക്ക് മനസ്സിലാക്കാവുന്നതും അത് അനുകരിക്കാവുന്നതുമായിട്ടുള്ളൊരു വലിയ കാര്യമാണ്. ഇനി ഇവിടെ വരാൻ സാധിച്ചതിനെ ഓർത്ത് സർവശക്തനായ ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഈ ശുശ്രൂഷയിൽ എല്ലാ ആളുകളും, അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടുള്ളവരും അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുള്ളവരും ഇപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുള്ളവരുമാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അവരെല്ലാവരും തിരുവചനത്തിൽ ആഴപ്പെടുന്ന വ്യക്തികളായിട്ട് ഓരോ നിമിഷവും രൂപപ്പെടുക. പ്രിയപ്പെട്ടവരെ, എല്ലാത്തിനും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ ഇടയിൽ നിന്ന് നമ്മുടെ കാലഘട്ടത്തിൽ ഒരു അൽമായ സഹോദരനെ ദൈവം ഉയർത്തതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.